പ്രിയപ്പെട്ട വാപ്പ, നാം ജീവിതയാത്രയിൽ പലപ്പോഴും ആപത്തുകളെ നേരിടേണ്ടതായും ദുഃഖങ്ങളെ സഹിക്കേണ്ടതായും ഉള്ള ഘട്ടങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയുള്ള ആപത്തുകളും ദുഃഖങ്ങളും സർവശക്തനായ അള്ളാഹുവിൻ്റെ പരീക്ഷണം മാത്രമാണ്. സമാധാനപരവും അചഞ്ചലവുമായ ഒരു ഹൃദയം തന്ന് പരമകാരുണ്യവാനായ അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസം 1-ാം തീയതി എൻ്റെ കേസിൻ്റെ ജഡ്ജിമെൻ്റ് പ്രസ്താവിച്ചു. ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് എന്നെ 5 വർഷം കഠിന തടവിനും അതിനുശേഷം തൂക്കിക്കൊല്ലാനും വിധിച്ചു. ഒരു യൂറോപ്യൻ സ്പെഷ്യൽ ജഡ്ജി ഔപചാരികമായി ഞങ്ങളുടെ കേസ് ഹൈക്കോടതിയിൽ പുനഃപരിശോധന നടത്തി. കീഴ്ക്കോടതി വിധി ശരിവയ്ക്കുന്നതിനോടൊപ്പം ഏറ്റവും കുഴപ്പം നിറഞ്ഞ ഈ ഘട്ടത്തിൽ ഇന്ത്യയെ ആക്രമിക്കുന്നതിന് അവസരം നോക്കിക്കൊണ്ട്, ഇന്ത്യയെ പൊറുതിമുട്ടിച്ചുകൊണ്ട്, വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുർഘടാവസ്ഥയിൽ ഇവരുടെ കുറ്റം ഒരു വിധത്തിലും പൊറുക്കത്തക്കതല്ല. അതിനാൽ മരണശിക്ഷ ഉടൻ തന്നെ കൊടുക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട വാപ്പ, ഈ അതികഠിനമായ വാർത്ത നിങ്ങളെ അതിദാരുണമാം വിധം ദുഃഖിപ്പിക്കുമെന്ന് എനിക്കറിയാം. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത് കഴിവതും മനസ്സിനെ നിയന്ത്രിച്ച് സമാധാനപ്പെടുവാൻ മാത്രമാണ്. നാം നിസ്സഹായരാണെന്നും അള്ളാഹുവിൻ്റെ ഏക സഹായം മാത്രമേ ഉള്ളൂവെന്നും ഓർമ്മിക്കുക. പ്രിയപ്പെട്ട പിതാവേ, ഞാൻ എന്നേക്കുമായി നിങ്ങളെ വിട്ടുപിരിയുന്നു. ദക്ഷിണ കേരളത്തിലെ ചിറയൻകീഴ് താലൂക്കിൽ വർക്കലയ്ക്കും കടക്കാവൂരിനും ഇടയ്ക്കായി മലർന്നു കിടക്കുന്ന 5 തെങ്ങ് കായൽ. കായലോരത്ത് നെൽവയലുകളും കുന്നുകളും കേരവൃക്ഷങ്ങളും ചേർന്ന് ഹരിതകമ്പളം പുതപ്പിച്ച വക്കം ഗ്രാമം. കാൽപ്പനിക കാവ്യങ്ങളിൽ നാം കണ്ടു പരിചയിച്ച മനോഹാരിത ഗ്രാമജീവിതത്തെ സ്വപ്ന സദൃശമാക്കുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈ ഗ്രാമത്തിലെ ജനജീവിതം തികച്ചും സരളമായിരുന്നു. കേരവൃക്ഷങ്ങൾ നിറഞ്ഞ ഈ ഗ്രാമത്തിലെ തൊഴിലുകളിൽ തൊണ്ടുതല്ലലും കയർപിരിക്കലുമെല്ലാം തികച്ചും സ്വാഭാവികം. പിരിയുന്ന കയറിനൊപ്പം മുറുകുകയും അയയുകയും ചെയ്യുന്ന ഗ്രാമവാസികളുടെ ജീവിതം കായലിൻ്റെ ഒഴുക്കിനൊത്ത് അയത്നലളിതമായി മുന്നോട്ടു നീങ്ങി. അക്കാലങ്ങളിൽ നെൽകൃഷി ഒരു തൊഴിൽ എന്നതിലുപരി ജീവിത നൈർമല്യത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണം കൂടിയായിരുന്നു. പരന്നുകിടക്കുന്ന കായലിലെ പുളയ്ക്കുന്ന മത്സ്യങ്ങൾ മീൻപിടുത്തക്കാരൻ്റെ വീശുവല തീർക്കുന്ന മാന്ത്രിക കൂടാരങ്ങളിലേക്ക് അനായാസമായി നീന്തിയെത്തിക്കൊണ്ടിരുന്നു. കായലോരത്ത് അവസാനിക്കുന്ന നാട്ടുപാതയുടെ അരികിൽ ഇന്ന് കാണുന്ന വക്കം ഖാദർ സ്മാരകത്തിന്റെ സ്ഥാനത്ത് അന്നൊരു താമരക്കുളവും ഒരു കൊച്ചു വീടുമുണ്ടായിരുന്നു. 1917 മെയ് മാസം 25-ാം തീയതി ഈ കുടിലിൽ കടത്തുകാരൻ വാവക്കുഞ്ഞിൻ്റെയും ഉമ്മ സലുമ്മയുടെയും 8 മക്കളിൽ 4-ാമനായി അബ്ദുൽ ഖാദർ ജനിച്ചു. വക്കത്തെ മറ്റേതൊരു സാധാരണ ഗ്രാമീണ ബാലനെയും പോലെ ഖാദർ വളർന്നു. 7 വയസ്സായതോടെ പിതാവ് ഖാദറെ വക്കം റൈറ്റർ വിള LP സ്കൂളിൽ ചേർത്തു. തികഞ്ഞ പ്രസരിപ്പിന്റെ നിറകുടമായിരുന്ന ഖാദർ എളുപ്പത്തിൽ കളിക്കൂട്ടുകാരുടെ ഇഷ്ടത്തോടനായി മാറി. കലാകായിക വിഷയങ്ങളിലും മിടുക്കനായിരുന്നു. കുസൃതി കുടിക്കയായിരുന്ന ഖാദർ. മതപരമായ കാര്യങ്ങളിൽ തികഞ്ഞ അവഗാഹമുണ്ടായിരുന്ന പിതാവ് പുത്രന് ആ വിഷയത്തിലും ആവശ്യമായ വിദ്യാഭ്യാസം നൽകി. കുട്ടിക്കാലത്ത് തന്നെ ലഭിച്ച ഈ വിദഗ്ധ ശിക്ഷണം ഖാദറിന്റെ കുഞ്ഞു ഹൃദയത്തിൽ ഏകദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം അരക്കിട്ടുറപ്പിച്ചു. അനീതി കണ്ടാൽ എതിർക്കാനുള്ള നൈസർഗികമായ വാസനാ വൈഭവം ഈ ശിക്ഷണത്തിലൂടെ ഖാദറിന് സ്വായത്തമായി. തേർഡ് ഫോറം കഴിഞ്ഞ് ഖാദർ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനായി എത്തിച്ചേർന്നത് അടുത്ത പ്രദേശമായ നെടുങ്കണ്ടയിലെ ശ്രീനാരായണ വിലാസം ഹൈസ്കൂളിലാണ്. അക്കാലങ്ങളിൽ ശ്രീനാരായണ വിലാസം സ്കൂൾ ആ പ്രദേശത്ത് ഉയർന്ന ചിന്തയുടെയും സംസ്കാരത്തിൻ്റെയും സുഗന്ധം പരത്തിക്കൊണ്ടിരുന്നു. ഈ സ്കൂളിന് തൊട്ടടുത്താണ് കുമാരനാശാന്റെ ജന്മസ്ഥലമായ കായിക്കര. ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട കുമാരനാശാൻ അധസ്ഥിതരുടെ ഉന്നമനത്തിനായി അഹോരാത്രം പ്രവർത്തിക്കുന്ന കാലം. നെടുങ്കണ്ട സ്കൂൾ വളപ്പിലെ ചെമ്പകമരങ്ങൾക്ക് കീഴെയിരുന്ന് അക്കാലങ്ങളിൽ ആശാൻ കവിതകൾ രചിക്കാറുണ്ടായിരുന്നു അത്രേ. ഈ സാഹചര്യം ഖാദറെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൂടുതൽ അടുപ്പിച്ചു. അനീതി കണ്ട അദ്ദേഹം ഇഷ്ടപ്പെടില്ല. മറ്റൊന്ന്,
രോഗികളും പ്രായമുള്ളവരും ഗർഭിണികളും ഇവരെല്ലാം കുട്ടികളുമായി വരുമ്പോൾ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്താണ് കടത്ത് അങ്ങേശത്ത് കഴിക്കുന്നത്. കൂടാതെ സ്കൂളിലും അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എല്ലാ സ്പോർട്സിലും വളരെ മിടുക്കനായിരുന്നു. നീന്തലിൽ ഒരുപാട് പ്രാവശ്യം കപ്പ് വാങ്ങിയിട്ടുണ്ട്. കായലിനക്കരെയാണ് സ്കൂൾ. കാലത്തും വൈകിട്ടുമുള്ള യാത്ര തോണിയിലാണ്. കാറ്റും കോളുമുള്ള അവസരങ്ങളിൽ കടത്ത് ദുർഘടമാവും. നീന്തൽ അറിയാത്ത കൂട്ടുകാരെ ഖാദർ നീന്തൽ പഠിപ്പിച്ചു. കായികമായ ഏത് കാര്യത്തിലും ഖാദർ അഗ്രഗണ്യനായിരുന്നു. നല്ലൊരു ഫുട്ബോൾ കളിക്കാരനെന്ന പേരും ഖാദർ നേടിയെടുത്തു. കൂട്ടുകാരെ ഒരുമിച്ച് കൂട്ടി ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുക ഖാദറിന്റെ വിനോദമായിരുന്നു. മതേതരത്വത്തിന് ഊന്നൽ കൊടുക്കാൻ ഖാദറിലുണ്ടായ ചേതോവികാരത്തിൻ്റെ കാരണം അന്വേഷിച്ചു ചെന്നാൽ ഖാദറിനുണ്ടായിരുന്ന പരന്ന വായനയാണ്. മലയാള സാഹിത്യത്തിലെ ആധുനിക ഗ്രന്ഥങ്ങളുമായി വരെ ആ വായന എത്തിച്ചേർന്നിരുന്നു. അതിന് അദ്ദേഹത്തിന് പ്രചോദനമായത് കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാൾ, ഒരു വിപ്ലവകാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന വക്കം മൗലവിയുടെ പുത്രൻ വക്കം അബ്ദുൽ ഖാദറുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന അഭേദ്യമായ ബന്ധമാണ്. പിൽക്കാലത്ത് മലയാള വൈജ്ഞാനിക സാഹിത്യത്തിന് ഒട്ടേറെ സംഭാവനകൾ അർപ്പിച്ച വക്കം അബ്ദുൽ ഖാദറിൻ്റെ സ്വകാര്യ പുസ്തക ശേഖരം ഖാദറിൽ വായനയുടെ അലകൾ സൃഷ്ടിച്ചു എന്ന് എടുത്തു പറയാവുന്നതാണ്. പിതാവ് പകർന്നു നൽകിയ ആത്മീയ ബോധത്തിന് ഈ പരന്ന വായന ആഴത്തിലുള്ള ഉൾക്കാഴ്ച നൽകി. ഖാദർ തത്വചിന്തയോടും സാഹിത്യത്തോടും കൂടുതൽ അടുത്തു. മതാന്ധത പുഴുക്കുത്തു ചാർത്തിയ കേരളീയ ഗ്രാമാന്തരീക്ഷത്തെ ഖാദർ തിരിച്ചറിയുകയായിരുന്നു. മതനിരപേക്ഷമായ മാനവിക മൂല്യങ്ങൾ ആഴത്തിൽ ഉൾക്കൊള്ളാൻ ഈ ഗ്രന്ഥപരിചയം ഖാദറിനെ സഹായിച്ചു. ബ്രിട്ടീഷ് സ്വേച്ഛാധിപത്യത്തിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ജനത കൊടുങ്കാറ്റ് വിതയ്ക്കുന്ന കാലമായിരുന്നു അത്. സ്വാതന്ത്ര്യം ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമലംഘന പ്രസ്ഥാനത്തിലൂടെ പാരതന്ത്ര്യത്തിന്റെ ചങ്ങല പൊട്ടിക്കാൻ ഉടറിയിരുന്ന കാലം. ഇന്ത്യയിൽ രൂപപ്പെട്ടുവരുന്ന പുതിയ രാഷ്ട്രീയ അന്തരീക്ഷം ഖാദറിലും ആവേശത്തിന്റെ അലകൾ ഉയർത്തി. വൈക്കം സത്യഗ്രഹവും പിന്നീട് നടന്ന ക്ഷേത്രപ്രവേശന വിളംബരവുമെല്ലാം ഖാദർ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ച് കേരളത്തിലെത്തിയ മഹാത്മാഗാന്ധി സഞ്ചരിച്ച തീവണ്ടി കടയ്ക്കാവൂർ സ്റ്റേഷനിൽ നിന്നപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങളോടൊപ്പം മഹാത്മജിയെ കാണാനും അനുഗ്രഹം വാങ്ങാനും യുവാവായ ഖാദറും മുന്നിലുണ്ടായിരുന്നു. 1938 മാർച്ച്. കോൺഗ്രസ് പ്രക്ഷോഭം നാടെങ്ങും കത്തിപ്പടരുകയായിരുന്നു. സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലയിൽ വലിയ തയ്യാറെടുപ്പോടെ സംഘടിപ്പിച്ച യോഗങ്ങളിലൊന്ന് നെടുങ്കണ്ടയിലായിരുന്നു. പട്ടം താണുപിള്ള, ടി.എം. വർഗീസ്, ടി.കെ. നാരായണപിള്ള, സി. കേശവൻ, വെട്ടൂർ നാരായണൻ വൈദ്യർ തുടങ്ങിയ മഹാരഥന്മാർ പങ്കെടുത്ത യോഗം ബ്രിട്ടീഷ് അനുകൂലികൾ കലക്കി. ഇതിനെതിരെ നെടുങ്കണ്ട സ്കൂളിലെ ഉദ്ബുദ്ധരായ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി പ്രകടനം നടത്തി. ഇതിന് നേതൃത്വം നൽകിയത് ഖാദറായിരുന്നു. ഖാദർ മെല്ലെ മെല്ലെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. മനുഷ്യന് മനുഷ്യനായി മാത്രം കണ്ട ഖാദർ ഇതിനിടെ ഒരു ഹിന്ദു യുവതിയുമായി പ്രണയത്തിലായി. മതാന്ധത കൊടികുത്തിവാണ അക്കാലത്ത് ഖാദർ മതനിരപേക്ഷമായ ഒരു കാഴ്ചപ്പാടിലേക്ക് വളരുകയായിരുന്നു. തൊട്ടയൽവാസിയായിരുന്ന ഒരു ഹിന്ദു യുവതിയുമായി അദ്ദേഹം പ്രേമത്തിലാവുകയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ആ പ്രേമബന്ധം ദിവ്യമായ ഒരു പര്യവസാനം അതിന് ഉണ്ടാകുമായിരുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. 4 വയസ്സിന് താഴെ പ്രായമുള്ള എന്നെയും എടുത്ത് എൻ്റെ അമ്മ കായിക്കര കടവിൽ തൊട്ട് അക്കര കടകത്തെന്ന വീട്ടിൽ എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരൻ താമസമുണ്ട്. അവിടെ പോകുമായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ എന്നെ കൊണ്ട് വള്ളത്തിൽ കയറാൻ ഭയക്കുന്ന എൻ്റെ അമ്മയിൽ നിന്നും എന്നെ അദ്ദേഹം എടുത്ത് ഒക്കത്ത് വച്ച് എന്നെ അപ്പുറത്താക്കും. തിരിച്ചു വരുമ്പോൾ ഞാൻ അല്പം കുസൃതിയൊക്കെ കാണിക്കുന്നുണ്ട്. തിരിച്ചു വരുമ്പോഴും എന്നെ വലിയ വന്ന് വിളിച്ചെടുത്ത് ഫലിതങ്ങളൊക്കെ പറഞ്ഞ് ആ വള്ളത്തിൽ കയറി ഇക്കരെ വരുമ്പോൾ പുള്ളി നന്നായിട്ട് പാടും, എൻ്റെ ഭയം മാറ്റാനായിട്ട്. പാടിയിരുന്നത് അന്ന് എനിക്കറിയില്ല, ശ്രുതിമധുരമായ പാട്ട് അദ്ദേഹം പാടുന്നുവെന്നറിയാം.
പിൽക്കാലത്ത് മനസ്സിലായി അദ്ദേഹം പാടിക്കൊണ്ടിരുന്നതെല്ലാം ചങ്ങമ്പുഴയുടെ രമണലിലെ ശ്രുതിമധുരമായ വരികളായിരുന്നു. ഗാന്ധിജിയുടെ അജയ്യമായ നേതൃത്വത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഭാരതത്തെ ഒന്നടങ്കം ഇളക്കിമറിക്കുന്ന കാലം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഇന്ത്യൻ ജനത ശക്തമായ സമരങ്ങൾ കെട്ടഴിച്ചുവിട്ടു. ഖാദറിലും ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അനുരണനങ്ങൾ ഉയർത്തി. പ്രണയവും സ്വാതന്ത്ര്യ പോരാട്ടവുമെല്ലാമായി രക്തത്തിന് തീപിടിച്ചു നിന്ന ഖാദറിനെ നാട്ടിൽ നിർത്തുന്നത് ആപത്താണെന്ന് ഖാദറിന്റെ വാപ്പ വാവക്കുഞ്ഞിന് തോന്നി. മെട്രിക്കുലേഷൻ പാസ്സായ ഖാദറിനെ അങ്ങനെ ജീവൻ രക്ഷിക്കാനും നന്നാവാനുമായി വാവക്കുഞ്ഞ് 1938 ജൂലൈ മാസം മലയായിലേക്ക് അയച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കാഹളം ഉയർന്നു തുടങ്ങിയ കാലത്താണ് ഖാദർ മലയായിലെത്തിയത്. പല പല ജോലികൾ ചെയ്ത് ഖാദർ കുറച്ചു കാലം അവിടെ കഴിച്ചു. താമസിയാതെ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കരിനിഴൽ ലോകത്തെ ആകെ ഗ്രസിച്ചു. 1939 സെപ്റ്റംബർ 1 ഹിറ്റ്ലറുടെ ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. സെപ്റ്റംബർ 3 ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധത്തിൽ പ്രവേശിച്ചു. റഷ്യയും ജർമ്മനിയും തമ്മിലുള്ള അനാക്രമണ കരാർ ലംഘിച്ചുകൊണ്ട് 1941 ജൂൺ 22 ജർമ്മൻ സൈന്യം റഷ്യയിലേക്ക് ഇരച്ചു കയറി. ഇത് സ്റ്റാലിനെ ഞെട്ടിച്ചു കളഞ്ഞു. ഹിറ്റ്ലർക്കെതിരായി സോവിയറ്റ് യൂണിയൻ ഐക്യകക്ഷികളുമായി അണിചേർന്നു. ഈ സമയത്ത് ഇന്ത്യക്കകത്തും പുറത്തുമായി ഇന്ത്യയെ ബാധിക്കുന്ന സുപ്രധാന ചരിത്ര സംഭവങ്ങൾ രൂപം കൊള്ളുകയായിരുന്നു. യുദ്ധത്തിൽ ഇന്ത്യ പങ്കുചേരുന്നതായി ബ്രിട്ടീഷ് സർക്കാർ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു. ഹിറ്റ്ലറുടെ ആക്രമണം കൊണ്ട് പൊറുതിമുട്ടിയ ബ്രിട്ടനെ ആ സന്ദർഭം ഉപയോഗിച്ച് തുരത്തണമെന്ന് സുഭാഷ് ചന്ദ്രബോസ് വാദിച്ചു. എന്നാൽ അന്തിമ സമരത്തിന് സമയമായില്ലെന്ന് ഗാന്ധിജി വിധിച്ചു. 1940 ജൂലൈ 2 സുഭാഷ് ചന്ദ്രബോസ് അറസ്റ്റിലായി. 1940 നവംബർ 29 ബോസ് ജയിലിൽ നിരാഹാരം ആരംഭിച്ചു. ഡിസംബർ 5 അദ്ദേഹത്തെ മോചിപ്പിച്ചെങ്കിലും വീട്ടുതടങ്കലിലേക്ക് മാറ്റി. 1941 ജനുവരി 16 കാവൽക്കാരെ വെട്ടിച്ച് പെഷവാർ കാബൂൾ വഴി സുഭാഷ് ചന്ദ്രബോസ് 1941 ഏപ്രിൽ മാസം ബെർലിനിലെത്തി. ബെർലിൻ കേന്ദ്രമാക്കി ആസാദ് ഹിന്ദ് ഗവൺമെന്റ് എന്ന പേരിൽ സുഭാഷ് ചന്ദ്രബോസ് ഒരു സമാന്തര പ്രവാസ ഗവൺമെന്റ് രൂപീകരിച്ചു. ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളോടൊപ്പം ജർമ്മനിയും ഒടുവിൽ പദ്ധതി അംഗീകരിച്ചു. വൈസ്രോയ്ക്ക് നേരെ ബോംബെറിഞ്ഞ് രക്ഷപ്പെട്ട രാഷ് ബിഹാരി ബോസും ടോക്കിയോ കേന്ദ്രമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് തീപ്പൊരി പകർന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ജപ്പാൻ അധിനിവേശ പ്രദേശത്തെ യുദ്ധത്തടവുകാരെയും ഇന്ത്യൻ വിപ്ലവകാരികളെയും സംഘടിപ്പിച്ച് ഇന്ത്യയെ മോചിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു രാഷ് ബിഹാരി ബോസിന്റെയും പദ്ധതി. ജപ്പാൻ ഗവൺമെന്റ് പദ്ധതി അംഗീകരിച്ചു. രാഷ് ബിഹാരി ബോസ് പ്രസിഡന്റായി. അങ്ങനെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് രൂപീകൃതമായി. യുദ്ധം രൂക്ഷമായി. ബ്രിട്ടീഷ് പട്ടാളം സിംഗപ്പൂരിലേക്ക് പിൻവാങ്ങി. ബ്രിട്ടീഷ് പട്ടാളത്തിലെ ക്യാപ്റ്റൻ മോഹൻ സിംഗ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിലെ ക്യാപ്റ്റൻ പ്രീതം സിംഗിന്റെയും ജപ്പാൻ സേനയിലെ മേജർ ഹുജിവാറയുടെയും പ്രേരണയാൽ ഭാരത സ്വാതന്ത്ര്യ സമരത്തിൽ ചേർന്നു. 1942 ജനുവരിയിൽ ഇന്ത്യൻ ഭടന്മാരിൽ നിന്ന് 200 പേർ വീതമടങ്ങുന്ന 2 സേനാ ഘടകങ്ങൾ രൂപീകരിച്ചു. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമി ഔദ്യോഗികമായി നിലവിൽ വന്നു. INA പ്രവർത്തകനായി കഴിഞ്ഞിരുന്ന ഖാദർ പെനാങ്കിലെ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആത്മഹത്യാ സ്ക്വാഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. സ്ക്വാഡിലെ 33 അംഗങ്ങളിൽ ഒരാളായിരുന്നു ഖാദർ. അവരിൽ നിന്ന് തെരഞ്ഞെടുത്ത 20 പേരെ റൈഫിൾ ഷൂട്ടിങ്, എൻ്റെ ഇടയ്ക്ക് ഷൂട്ടിങ്, പിന്നെ കടൽ നീന്താൻ പോക്ക്, മൗണ്ടനിങ്, ക്രോസ് ബൗണ്ടറി ക്രോസിങ്, ഞങ്ങളെ പഠിപ്പിച്ചത് മുഴുവനും ഈ എസ്പിയനേജ് ആണ്. എന്ന് പറഞ്ഞാൽ സീക്രട്ട് സർവീസ് ഞങ്ങളെ പഠിപ്പിച്ചത് മുഴുവൻ. അവരിൽ നിന്ന് തെരഞ്ഞെടുത്ത 20 പേരെ ഇന്ത്യയിലേക്ക് അയക്കാൻ അധികൃതർ തീരുമാനിച്ചു. ജഗദീഷ് മിത്ര കൗറ, ഫൗജ സിംഗ്, സി ഗോപാലകൃഷ്ണമൂർത്തി റെഡ്ഡി, SC ബർധാൻ, ഫണീന്ദ്രനാഥ് റോയ്, സുപ്രഭാത് രഞ്ജൻ പോൾ നാനി, G ശാന്താപിള്ള, വക്കം ഖാദർ, മുഹമ്മദ് ഗനി, K കൊച്ചുഗോവിന്ദൻ, M ഗംഗാധരൻ, K മത്തായി മാമൻ, CP ഈപ്പൻ, A ആൻഡ്രൂസ്, ലിയോ ഡിക്രൂസ്, ബോണി ഫേസ് B പെരേര, KA ജോർജ്, M ജോർജ്, A അനന്തൻ നായർ, ബാലകൃഷ്ണൻ നായർ എന്നിവരായിരുന്നു അവർ.
രണ്ടാമത്തെ സംഘം 1942 സെപ്റ്റംബർ 18 പെനാംഗിൽ നിന്ന് യാത്ര തിരിച്ചത്. വക്കം ഖാദർ, CP ഈപ്പൻ, മുഹമ്മദ് ഗനി, KA ജോർജ്, അനന്തൻ നായർ എന്നിവരായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്നത്. അങ്ങനെ ഭാരത സ്വാതന്ത്ര്യ സമരത്തിലേക്ക് തങ്ങളുടെ പങ്ക് നിർവഹിക്കാൻ 5 ചെറുപ്പക്കാർ ജപ്പാന്റെ അന്തർവാഹിനിയിൽ ഇന്ത്യയിലേക്ക് കടക്കുകയായിരുന്നു. അവിടുന്ന് രാത്രി ഒരു പാതിരായപ്പോൾ ഒരു വണ്ടി കയറ്റി പെനാങ് സീഷോറിൽ കൊണ്ടുവന്നു. സബ്മറൈൻ വാസ് ദയർ. ഐ ഹാവ് നെവർ സീൻ സബ്മറൈൻ ബിഫോർ. വി ഗോട്ട് ഓൺ ദ ടോപ്പ് ഓഫ് ദ submarine. We landed and through a tube-like staircase, we bent down slowly. At last we came down to the very bottom, a small room. അവിടെ 5 പേരെ ഞങ്ങളെ കൊണ്ട് ഇരുത്തി. Japanese officers in the submarine were very cordial and very loving, and they used to call us India. ഞങ്ങളുടെയൊക്കെ പേര് ഇന്ത്യ എന്നാണ്. ഇന്ത്യ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നവർ. ഒരു ദിവസം ജാപ്പാൻകാർക്ക് ഞങ്ങളുടെ വലിയ ഗൗരവം, അവരുടെ മുഖത്ത് ഭയങ്കര ഗൗരവവും. ഞങ്ങൾ ഓർത്ത് ഞങ്ങളെ ശീലപ്പെടുത്താൻ പോവുക. ഞങ്ങളെ 5 പേരിൽ ഞങ്ങൾ 3 പേരും മലയാളികളാണ്. ചട്ട് സ്വരം കേട്ടു, ടിൻ സ്വരൻ്റെ സ്വരം കേട്ടു. ടോർപ്പിഡ് പോയി കപ്പൽ ഇടിച്ചതാണ്. ആപ്പൽ താന്നു. ഇത് ഞാൻ അറിയുന്ന എപ്പോഴെന്നറിയാമോ? നാട്ടിൽ വന്നു കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മ പറഞ്ഞു, ഇന്ന വർഷം ആലപ്പുഴ അമ്പലപ്പുഴ സ്ഥലത്തെ ഏതോ ഒരു കപ്പൽ മുങ്ങി, ഒരുപാട് സാധനങ്ങൾ കരയ്ക്കടിഞ്ഞു, ഒരുപാട് ശവവും ഒരുപാട് സാധനം കഴിച്ചോ. അപ്പോൾ ഞങ്ങൾ അടിച്ച സെറ്റപ്പുഴ പുന്നപ്പുറ ആ സ്ഥലത്താണ് അടിച്ചത്. ഒരു ദിവസം മേൽപോട്ട് മുങ്ങി ഏതോ റബ്ബർ ബോട്ട് ഏതാണ്ടോ കടലിലിട്ടു. നമുക്കറിഞ്ഞു പോയതായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും കൈയെ പിടിച്ചിട്ട് വലിച്ചു ഏറെ കടലിലേക്ക് വലിച്ച് കയറിയായിരുന്നു. തപ്പിപ്പിടിച്ച് ബോട്ടേ കയറി ഞങ്ങൾ 3 പേര് ഒരു ബോട്ടേ കയറി, വേറൊരു ബോട്ടെ 2 പേര് കയറി. കയറിയ ഉടനെ ഞങ്ങൾ മറ്റേ ഇട്ടൊന്നും ഞങ്ങൾ വേണ്ട, എന്നെയിട്ട് എനിക്കറിയാം, വേറെ എനിക്കറിയാൻ പാടില്ല. വലിച്ച് തപ്പിപ്പിടിച്ച് കയറി. ഏതായാലും പിന്നെ ഒരു തിരികെ ഒരു വട്ടത്തെ സാധനം അടി വലയായിട്ട് വേറൊന്നുമില്ല. 4 തുഴയുണ്ട്, ചെറിയ തുഴയാമല്ലോ. അതുകൊണ്ട് തുഴഞ്ഞ് അങ്ങോട്ട് പോകാനാ. മുട്ടം തിരമാല. ഒടുവിൽ താനൂരിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയാണ് കപ്പലടുപ്പിക്കാൻ കഴിഞ്ഞത്. മോട്ടോർ വാഹനങ്ങളുടെ ട്യൂബിൽ കാറ്റ് നിറച്ച് ഇരുട്ടിന്റെ മറവിൽ വലഘടിപ്പിച്ച ഡിഞ്ചിയിൽ 5 പേരും കരയിലേക്ക് യാത്രയായി. 5-6 മണിക്കൂർ നേരത്തെ അത്യധ്വാനത്തിന് ശേഷം അവർ കരയോടടുത്തു. ക്ഷീണിച്ച അവശരായവരെ കരയിൽ 2 കണ്ണുകൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. യുദ്ധത്തോടനുബന്ധിച്ച് കടൽത്തീര സംരക്ഷണത്തിനായി സർക്കാർ താൽക്കാലികമായി നിയോഗിച്ച കോസ്റ്റൽ പട്രോളിംഗ് സർവീസിലെ കോൺസ്റ്റബിളായ ചെറിയ പുരയ്ക്കൽ മുഹമ്മദ് അലിയായിരുന്നു അത്. ഇവർക്ക് യൂണിഫോം ഒന്നും ഉണ്ടായിരുന്നില്ല. ചുറ്റും പരതി നോക്കുകയായിരുന്ന ഖാദർ മുഹമ്മദ് അലിയെ കണ്ടു. തങ്ങൾ തിരുവിതാംകൂറിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളാണെന്നും വന്ന ബോട്ട് കേടായതുകൊണ്ട് ഇവിടെ ഇറങ്ങിയതാണെന്നും ഖാദർ പറഞ്ഞു. എന്തെങ്കിലും ആഹാരം വാങ്ങിക്കൊണ്ടുവരാൻ ഖാദർ മുഹമ്മദ് അലിയോട് അപേക്ഷിച്ചു. അപ്പോഴേക്കും കമാലിന്റെ പുരയ്ക്കൽ പോക്കറും അവിടെ എത്തി. മലബാർ മുസ്ലിങ്ങൾ ബദരീങ്ങളുടെ ആണ്ട് എന്ന് വിളിക്കുന്ന റംസാൻ നോമ്പ് 17-ാം നാളായിരുന്നു അന്ന്. പോക്കർ പറഞ്ഞറിഞ്ഞ് പൗരപ്രമുഖർ കടൽപ്പുറത്തെ ചാരന്മാരുടെ വിവരം അന്ന് താനൂരിൽ ക്യാമ്പ് ചെയ്യുന്ന പട്ടാളത്തെ അറിയിച്ചു. യുദ്ധകാലമായതിനാൽ ഉടൻ തന്നെ പട്ടാളം വന്ന് ഖാദറെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ അവിടെ നിന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ കണ്ണു മൂടി കിട്ടി. കൈ പുറകോട്ട് കൊണ്ടി ചങ്ങലയിട്ടു, കാലെ ചങ്ങലയിട്ടു, കാലെ പിടിച്ചിട്ട് പുറത്ത് കൊണ്ടുപോയി. അവിടെ ഞങ്ങൾ കാലിക്കള്ളിലേക്ക് കൊണ്ടുപോയി, കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. കോഴിക്കോട് കൊണ്ടുപോയി ഒരു 10 ദിവസം കോഴിക്കോട്ട് പല സ്ഥലങ്ങളായിട്ട്. എന്നെ ഇട്ടിരുന്ന സ്ഥലം കോഴിക്കോട്ടെ മീൻചന്ത എന്നൊരു സബ് സ്റ്റേഷനുണ്ട്, ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെയാണ് എന്നെ കൊണ്ടുപോയി. ഒടുവിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഒക്ടോബർ 5-ാം തീയതി രാവിലെ ഇവരെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് കണ്ണുകൾ കെട്ടി മദ്രാസ് സെയിൻറ് ജോർജ് കോട്ടയിലെ ഇരുട്ടറയിലേക്ക് കൊണ്ടുപോയി.
തുടർച്ചയായി 105 ദിവസങ്ങൾ ഇവർ അവിടെ കഴിച്ചുകൂട്ടി. ഇതിനകം തന്നെ ഇന്ത്യയിലേക്ക് കടന്ന 20 INA ഭടന്മാരും ബ്രിട്ടീഷുകാരുടെ വലയിൽ അകപ്പെട്ടിരുന്നു. കയറി മുട്ട് നീരിട്ട് ചലതി വലയും എട്ടുകാലിയും പഴുതാരയും ഇന്ന് വേണ്ട സകർവ ജീവജാലകത്തുണ്ട്. അങ്ങനത്തെ ഒരു മുറി താറയിലൊന്നുമില്ല. മൂലയ്ക്കൊരു തുളയുണ്ട്. കക്കൂസ് പോകണമെങ്കിൽ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോകാൻ കുറേ പേപ്പർ വിട്ടിട്ടുണ്ട്. അങ്ങനെ പോകണം. എവിടെ വെച്ചാണ് ഖാദറുമായി കൂടുതൽ എടുക്കുന്നത്? ജയിലിൽ കയറുമ്പോഴാണ് കുറച്ച് സമയം 1-2 മാസം ഉണ്ടായിരുന്നു. ഈ ട്രയൽ നടക്കുന്ന സമയത്ത് അന്നേരത്തെ അവൻ ഓരോ കാര്യങ്ങളൊക്കെ പറയാം. അവന് പഠിക്കുന്ന സമയത്ത് തന്നെ ഈ കോൺഗ്രസ് അന്നത്തെ CP ഇവിടെ പഠിക്കുമെന്നുള്ളത് അത് സ്റ്റേറ്റ് കോൺഗ്രസ് അല്ല. അപ്പോൾ അവന് ജാതിയായിട്ട് പോകുന്നു, സ്കൂളിൽ ലീഡർഷിപ്പ് കൊടുക്കുന്നു, ഒക്കെ കാര്യങ്ങൾ പറയുമായിരുന്നു. അവനെ ഗുസ്തിയൊക്കെ അറിയാമായിരുന്നു. ഗുസ്തിയൊക്കെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അവിടെ വെച്ച്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവിടെ വെച്ചാണ്, ജയിലിൽ വെച്ചാണ് കൂടെ ഞങ്ങൾ തമ്മിൽ അടുക്കാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടിയത്. ചോദ്യം ചെയ്യലിൽ നിഷേധാത്മക സമീപനം സ്വീകരിച്ച ഖാദർ 1-ാം പ്രതിയായി. അനന്തൻ നായർ, KA ജോർജ്, CP ഈപ്പൻ, മുഹമ്മദ് ഗനി എന്നിവർ 2, 3, 4, 5 പ്രതികളായി. മാർച്ച് 8-ാം തീയതി രഹസ്യ കോടതിയിൽ വിചാരണ ആരംഭിച്ചു. അയർലൻഡുകാരനായിരുന്നു ജഡ്ജി E.E. മാക്. വക്കം ഖാദർ, അനന്തൻ നായർ, ബർധാൻ, ബോണിഫേസ് പെരേര, ഫൗജ സിംഗ് എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി വിലയിരുത്തി. എനിമി ഏജന്റ്സ് ഓർഡിനൻസ് നമ്പർ 1 ഓഫ് 1943 3-ാം വകുപ്പ് അനുസരിച്ച് ഇവർക്ക് വധശിക്ഷ വിധിച്ചു. IPC 121A അനുസരിച്ച് 5 വർഷം കഠിന തടവിനും ശിക്ഷിച്ചിരുന്നു. അനന്തൻ നായർക്കാകട്ടെ കഠിന തടവും വധശിക്ഷയുമാണ് ലഭിച്ചത്. മറ്റു പ്രതികളെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വെറുതെ വിടുകയായിരുന്നു. എന്നാൽ അപ്പീൽ പുനഃപരിശോധനയ്ക്കെടുത്ത ജസ്റ്റിസ് വേർഡ്സ്വർത്ത് കഠിന തടവ് ഒഴിവാക്കി പ്രതികളെ പെട്ടെന്ന് മരണശിക്ഷയ്ക്ക് വിധേയരാക്കാൻ വിധിച്ചു. സാങ്കേതിക കാരണങ്ങളാൽ ബോണിഫേസ് പെരേര മാത്രം മരണശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഏപ്രിൽ 26-നാണ് ഈ വിധി പ്രസ്താവിക്കപ്പെട്ടത്. 1943 സെപ്റ്റംബർ 10 വെള്ളിയാഴ്ച, റംസാൻ മാസം 7-ാം നാൾ. ഖാദർ, അനന്തൻ നായർ, SC ബർധാൻ, ഫൗജ സിംഗ് എന്നിവരെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകാൻ വെള്ളക്കാരന്റെ കറുത്തവരായ ആജ്ഞാനുവർത്തികളെത്തി. തികഞ്ഞ രാജ്യസ്നേഹികളായ ഖാദറും കൂട്ടരും ദേശീയ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് തൂക്കുകയറിന്റെ മുന്നിലേക്ക് യാത്രയായത്. മതേതരത്വത്തിന്റെ പ്രതീകമായി തന്റെ ഒപ്പം ഒരു ഹിന്ദുവിനെ തൂക്കിലേറ്റണമെന്ന ഖാദറിന്റെ അന്ത്യാഭിലാഷം അധികൃതർ അനുവദിച്ചു കൊടുത്തു. തൂക്കിലേറ്റപ്പെടുമ്പോൾ ഖാദറിന് 26 വയസ്സും 3 മാസവും 15 ദിവസവും പ്രായമായിരുന്നു. അദ്ദേഹത്തെ തൂക്കി ആ മണ്ണിൽ നിന്ന് ഞാൻ ഒരു പിടി മണ്ണ് വാരിക്കൊണ്ട് വന്ന് നിധി പോലെ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാറ്റിനും മീതെ ഞാനൊരു ഇന്ത്യക്കാരനാണ്. ആ ഇന്ത്യക്കാരൻ എന്ന വികാരം ഖാദറിൽ അടിമുടി വേരോടിയിരുന്നു. ഖാദർ ഈ നാട്ടിൽ മതേതൃത്വത്തിന് വേണ്ടി നൽകിയ സന്ദേശം അതിന് കൂടുതൽ കരുത്തുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ എന്നെപ്പോലുള്ളവർക്ക് കഴിയുകയുള്ളൂ. മരണത്തിനു മുമ്പിലും അടിപതറാത്ത ധീരനായ ഒരു വിപ്ലവകാരി എന്ന നിലയിൽ, കറകളഞ്ഞ ഒരു ദേശസ്നേഹി എന്ന നിലയിൽ, ശുഭാപ്തി വിശ്വാസിയായ ഒരു സ്വാതന്ത്ര്യേച്ഛ എന്ന നിലയിൽ സ്വന്തം പിതാവിനെഴുതിയ അവസാന വാക്കുകളിൽ ഖാദർ നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് മരിച്ചതെന്നും ഒരവസരത്തിൽ ചില ദൃക്സാക്ഷികളിൽ നിന്നും അറിയാനിടയാകുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാതിരിക്കുകയില്ല. തീർച്ചയായും അഭിമാനിക്കുക തന്നെ ചെയ്യും.